അസ്സലാമലൈക്കും റമദാൻ മുബാറക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഫ്താറിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ളൊരു സമൂസ കാണിക്കുന്നുണ്ട്. പിന്നെ അരിപ്പത്തിരി, ചിക്കൻ കറി ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ കുക്കിങ്ങിനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ നോമ്പ് കഞ്ഞിയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ പൊടിയരി കഴുകി വൃത്തിയാക്കി ചേർത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ആശാളിയും ചെറിയുള്ളി, അതുപോലെ വെളുത്തുള്ളി, മല്ലി ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവ ഇഷ്ടമുള്ളവർക്ക് ഉലുവയും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ പീസ് ചുക്കും ചേർത്ത് കൊടുത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയൊരു മഞ്ഞ കളറിനായിട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം പിന്നീട് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വേവാൻ വേണ്ടിയിട്ട് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. പൊടിയരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഒരു തവി ഉപയോഗിച്ചിട്ട് ഇതുപോലെ അങ്ങ് ഉടച്ചെടുക്കുന്നുണ്ട്. ഇനി കഞ്ഞിയിലേക്ക് കുറച്ച് തേങ്ങാപ്പാലിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം ജീരകവും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് അടിച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കുന്നുണ്ട്. 2 പ്രാവശ്യം ഈ തേങ്ങാപ്പാൽ അടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ തേങ്ങ നന്നായിട്ട് അങ്ങ് അരച്ചിട്ട് കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ തേങ്ങാപ്പാൽ മാത്രമാണ് ചേർക്കുന്നത്. നേരത്തെ വേവിച്ചെടുത്ത ആ പൊടിയരി ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിന് തിളച്ച വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിക്കായി വരും. സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് കോരി ആറ്റി കൊടുക്കണം. അങ്ങനെയാകുമ്പോൾ കഞ്ഞിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ ഇതിൽ ചുക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ ചുക്ക് കടിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഇതുപോലെ അങ്ങ് എടുത്ത് കളയാം. കഞ്ഞി നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിള വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള തേങ്ങാപ്പാലും ചേർത്തിട്ട് നല്ലപോലെ അങ്ങ് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇടവിട്ട് ഇതുപോലെ ഒന്ന് കോരിയാറ്റി കൊടുക്കണം. ഇതിലേക്ക് നിങ്ങൾക്ക് ചെറിയ ഉള്ളി താളിച്ചൊഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ കറിവേപ്പില ചേർത്തിട്ട് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. ചിക്കൻ കറി റെഡിയാക്കാനായിട്ട് സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ചിക്കൻ കറി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കറി റെഡിയാക്കാനായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ സമൂസയ്ക്കായിട്ട് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഈ ചോപ്പറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ടിട്ടൊന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമൂസയുടെ ഫില്ലിങ്ങിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. കുരുമുളകും പച്ചമുളകുമാണ് ചേർക്കുന്നത്. സവാള ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലേക്ക് നേരത്തെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ബോൺലെസ് ചിക്കനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. നമ്മളിത് പൊടിച്ചെടുത്തിട്ടുള്ളത് കൊണ്ട് കട്ട കുത്തിയിരിക്കും. അപ്പോൾ അത് പാനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ കട്ട പിടിച്ച പോലെ തന്നെ ഇരിക്കും. ഇതുപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ ഒന്ന് കട്ട പിടിക്കാൻ തുടങ്ങും. അപ്പോൾ നന്നായിട്ട് അങ്ങ് ഉടച്ചു കൊടുക്കാം. സമൂസയുടെ ഫില്ലിങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർക്കാം. ചിക്കൻ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് അരിപ്പത്തിരിക്ക് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അരിപ്പൊടി ചേർത്തിട്ട് മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. ചിക്കൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ കട്ടകളുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ആ ചട്ടുകം വെച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ ഈ ഒരു ഫില്ലിങ് നിങ്ങളൊന്ന് തയ്യാറാക്കിയിട്ട് സമൂസ ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചിക്കൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മൈദ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 1/4 കപ്പ് പാൽ ചേർത്തിട്ട് ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ആയി കഴിയുമ്പോൾ കുറച്ചുകൂടി പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ചിട്ട് ഇതിലേക്കുള്ള പാലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിച്ചാൽ മതി. ഞാനിവിടെ ഒരു 400 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയിട്ട് ഒരു 2 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം. കുറച്ച് നനവുണ്ടാവും. അത് തണുത്ത് കഴിയുമ്പോൾ അങ്ങ് നന്നായിട്ട് കറക്റ്റ് പാകത്തിന് വരും. അതിലേക്ക് ഞാനൊരു കുറച്ച് മാത്രം ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് മല്ലി ഇലയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്തിട്ട് തണുക്കാനായിട്ട് വെക്കാം. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ്. ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചിക്കൻ കറിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ ഇത്രയും നേരം ചെയ്തിട്ടുള്ള ആ പാത്രമൊക്കെ ഒന്ന് കഴുകി മാറ്റി വയ്ക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ലാസ്റ്റ് നോമ്പ് തുറക്കുന്ന സമയത്ത് എല്ലാം കൂടെ ഒരുപാട് ജോലി ഉണ്ടാവും. അപ്പോൾ അഴുക്കാവുന്നതിനനുസരിച്ചിട്ട് പാത്രങ്ങളെല്ലാം കഴുകി മാറ്റുന്നുണ്ട്. സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഫ്രീസറിൽ ഇരിക്കുന്നതാണെങ്കിൽ ഒരു 3-4 മണിക്കൂർ മുമ്പെങ്കിലും എടുത്ത് പുറത്ത് വെക്കണം. അല്ലെങ്കിൽ ഇത് നമുക്ക് സമൂസ ഷീറ്റ് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. അതുപോലെ പുറത്തെടുത്ത് വെച്ചാലും നന്നായിട്ട് തന്നെ കവർ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഡ്രൈ ആയി പോവും. ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഒരു സ്പൂണോ 1.5 സ്പൂണൊക്കെ വെച്ച് കൊടുത്താൽ മതി. ഒരുപാട് ഫില്ലിങ് വെച്ച് കൊടുക്കരുത്. എന്നിട്ട് മൈദയും വെള്ളമോടെ കലക്കിയിട്ടുള്ളതാണ് ഇതിലേക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ ആദ്യം കോൺ ഷേപ്പിലൊന്ന് മടക്കിയിട്ട് അതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ കൂടുതലായിട്ട് സമൂസയുടെ ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് ഫ്രീസറിലേക്ക് സ്റ്റോർ ചെയ്യുന്നുണ്ട്. തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ നമുക്കപ്പോൾ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ വേഗത്തിലെടുത്തിട്ട് ഇഫ്താറിൻ്റെ സമയത്ത് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും. ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുന്ന കുറേ സ്നാക്കിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അരിപ്പത്തിരിയൊക്കെ പരത്തി എടുത്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, കാരണം ഒരുപാട് ലെങ്ത് ആയി പോവും വീഡിയോയ്ക്ക്. ഒരു സൈഡിൽ സമൂസ ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ പത്തിരിയും കൂടെ ചുട്ടെടുക്കുന്നുണ്ട്. ഇടയ്ക്ക് സമൂസ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഫ്രൈ ആക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഒന്നുകിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക, നിങ്ങളുടെ അടുപ്പിൻ്റെ ഫ്ലെയിം അനുസരിച്ചിട്ട്. അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കണം. ഇതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ നന്നായിട്ട് കുക്കായിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ എണ്ണ കുടിക്കാതിരിക്കണമെങ്കിൽ കുറച്ച് തീ കൂട്ടിയിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലെങ്കിലും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് ജ്യൂസും റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഓറഞ്ചിൻ്റെ ജ്യൂസാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ സമൂസ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റിയാണ്. പിന്നെ അരിപ്പത്തിരിയും ചിക്കൻ കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നോമ്പ് തുറക്കുന്ന സമയത്തുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്